ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ലിയോയ്ക്ക് വേണ്ടിയിട്ട് മന്ത്ലി ഫെബ്രുവരി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. എന്നുവെച്ചാൽ ഇത് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റും. എനർജി ടാപ്പിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. എന്നുവെച്ചാൽ അങ്ങനെയാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഈ പ്രോസസ്സ് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. ആൻഡ് അതല്ലാണ്ട് നിങ്ങൾക്ക് വേണമെച്ചാൽ ഒരു പേഴ്സണലായിട്ട് റീഡിങ്ങും ബുക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. പക്ഷേ അത് നിങ്ങളുടെ എനർജി മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യണ റീഡിംഗ് ആണ്. ആൻഡ് നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണ് അത്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റും ചെയ്യും. അപ്പോൾ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാൻ എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻഡ് ഉണ്ട്. അതല്ലാണ്ട് എൻ്റെ ഇൻസ്റ്റഗ്രാം അതുമുണ്ട്. ഇൻസ്റ്റഗ്രാമിൻ്റെ അഡ്രസ് ടാഗ് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് മുകളിൽ. അത് നിങ്ങൾ അവിടെയും ഫോളോ ചെയ്താൽ അവിടെയും നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാം. ആൻഡ് അവിടെ ഞാൻ ഡെയിലി റീഡിങ്സും ഇടാറുണ്ട്. അപ്പോൾ അവിടെയും ഫോളോ ചെയ്യാം. ആൻഡ് ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. ആൻഡ് ഫെബ്രുവരി മാസത്തിൻ്റെ മെസ്സേജസ് എന്താണെന്ന് റീഡിങ്ങിൽ കാണാം. ഹലോ നമസ്കാരം. അപ്പോൾ ലിയോ, നിങ്ങളുടെ ഓവറോൾ എനർജി ഫെബ്രുവരിക്ക് വേണ്ടിയിട്ട് എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. ഓവറോൾ ഫെബ്രുവരി എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് 4 of Swords. നിങ്ങളുടെ പാസ്റ്റ് എനർജിയിൽ 3 of Cups. കറണ്ട് എനർജി നിങ്ങളുടെ 5 of Wands ആണ്. ഫ്യൂച്ചർ എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ട് Knight of Pentacles. ഏറ്റവും വലിയ ചാലഞ്ച് നിങ്ങളുടെ 9 of Cups. നിങ്ങളുടെ അഡ്വൈസ് ആണ് ജഡ്ജ്മെന്റ്. നിങ്ങൾക്ക് അറിയാത്ത കാര്യം ഫെബ്രുവരിയിൽ ടവർ ആണ്. ആൻഡ് നിങ്ങളുടെ ഔട്ട്കം ആണ് ഈ കാർഡ്. ഇത് നമ്മൾക്ക് എൻഡിൽ നോക്കാം എന്താണെന്ന്. അപ്പോൾ ലിയോ, 4 of Swords ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. അപ്പോൾ 4 of Swords ഒരു റെസ്റ്റിംഗ് എനർജിയാണ്, ഒരു ബ്രേക്ക് എടുക്കണ എനർജിയാണ്. നിങ്ങൾ ഈ മാസം വെക്കേഷൻ ആയിരിക്കും ഉണ്ടാവുക. അതല്ല വെച്ചാൽ കുറച്ച് പറഞ്ഞ ഒരു റെസ്റ്റ് എടുക്കുന്നുണ്ടാവും. ഹെൽത്തിൻ്റെ കാര്യത്തിൽ സൂക്ഷിക്കണം. എന്ന് വെച്ചാൽ ഹെൽത്തിൽ കുറച്ച് വിഷമങ്ങൾ ഉണ്ട് വെച്ചാൽ പറഞ്ഞാൽ ഹെൽത്ത് റീസൺസിന് വേണ്ടിയിട്ടും നിങ്ങൾ ചിലപ്പോൾ ഒരു ബ്രേക്ക് എടുക്കുന്നുണ്ടാവും. അതല്ല വെച്ചാൽ ഇതൊരു സെപ്പറേഷൻ ആവാം. നിങ്ങളുടെ ഒരു റൊമാൻറ്റിക് സിറ്റുവേഷനിൽ ഒരു സെപ്പറേഷൻ ആവാം, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിൽ ഒരു സെപ്പറേഷൻ ആവാം. അപ്പോൾ ഈ 4 Swords എന്താണ് ഇവിടെ? അപ്പോൾ 4 Swords ഹീലിംഗിൻ്റെ എനർജിയാണ്. ഓക്കെ, അപ്പോൾ ഹെർമിറ്റ് എനർജി ഉണ്ട്, അത് വെർഗോ എനർജി, അതും ഒരു ഐസൊലേഷൻ്റെ എനർജിയാണ്, തനിച്ചിരിക്കണ എനർജിയാണ്, എന്തോ മനസ്സിലാക്കാൻ നോക്കണ എനർജിയാണ് ഹെർമിറ്റ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് വെർഗോ എനർജിയാണ് ഞാൻ ഇവിടെ കാണുന്നത്. മേ ബി ഒരു ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജി ആയിരിക്കാം നിങ്ങളുടെ ലൈഫിൽ ഒരു പേഴ്സൺ, അങ്ങനെ ഒരു പേഴ്സൺ ഉള്ളത്. അതല്ല വെച്ചാൽ ഈ പേഴ്സൺ കുറേ ഒരു ലവിങ് പറഞ്ഞ ഒരു അമ്മയുടെ മാതിരി ലവ് പറഞ്ഞാൽ അവർ ഒരു മദർ ആവണം എന്നില്ല, പക്ഷെ അവർ കുറേ ഒരു കൈൻഡ് ഒരു നല്ല മനുഷ്യനാണ് പറഞ്ഞാൽ. അങ്ങനത്തെ ഒരു നിങ്ങൾക്ക് അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമാണ്. കുറേ ഒരു ഫ്യൂച്ചർ നിങ്ങൾ ഈ പേഴ്സൻ്റെ കൂടെ കാണുന്നുണ്ട്. ഒരു ഫ്യൂച്ചർ ഫാമിലി ഈ പേഴ്സൻ്റെ കൂടെ നിങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഞാനൊരു സെപ്പറേഷനാണ് കാണുന്നത്. മേ ബി നിങ്ങൾ മാരീഡും ആയിരിക്കാം, അങ്ങനെയുമാണ് വെച്ചാലും ഒരു സെപ്പറേഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ 3 of Cups നിങ്ങളുടെ പാസ്റ്റിൽ 3 of Cups ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം. അതല്ല വെച്ചാൽ ഒരു ഫ്രണ്ട്ഷിപ്പും ആവാം 3 of Cups. ഈ 3 of Cups ഇവിടെ എന്താണ്? King of Pentacles. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി King of Pentacles, Queen of Pentacles ഇവിടെ ഒരു ഡിവൈൻ മാച്ച് ആണ്. പക്ഷെ ഇവിടെ 3 of Cups ഉണ്ടാവുമ്പോൾ ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആവാം. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ മാരീഡ് ആണ് വെച്ചാൽ എന്തോ ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആവാം. അതല്ല വെച്ചാൽ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലായിരുന്നു വെച്ചാലും ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആവാം. എംപ്രസിൻ്റെ ഇവിടെ. അപ്പോൾ ഇവിടെ ഒരു പ്രഗ്നൻസിയുടെ ന്യൂസും ഉണ്ട്. നിങ്ങൾ പ്രഗ്നൻ്റ് ആയിരിക്കാം, നിങ്ങളുടെ പേഴ്സൺ പ്രഗ്നൻ്റ് ആയിരിക്കാം. അതല്ല വെച്ചാൽ അവർ വേറെ ഒരു പേഴ്സൻ്റെ കൂടെയാണ് വെച്ചാൽ അവർ പ്രഗ്നൻ്റ് ആവാം. പക്ഷെ ഇവിടെ ഒരു പ്രഗ്നൻസി
ഞാൻ കാണുന്നുണ്ട് പാസ്റ്റിൽ. അപ്പോൾ ഈ കറണ്ട് എനർജിയിൽ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് കുറച്ച് വഴക്കുണ്ട്. എന്ന് വെച്ചാൽ ഈ സിറ്റുവേഷൻ്റെ കാരണം ഇവിടെ ഒരു കോമ്പറ്റീഷൻ ഞാൻ കാണുന്നുണ്ട്, ഒരു തേർഡ് പാർട്ടി ഇൻ്റർഫിയറൻസ് കാണുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു ക്വീൻ ഓഫ് കപ്സ് ഉണ്ട്, വേൾഡ് ഉണ്ട്. അപ്പോൾ എന്തോ ഒരു വലിയ ചേഞ്ച് വരുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ. നിങ്ങളൊരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തിട്ട് എന്തോ ഒരു ഡിസിഷനാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്, ഡിസിഷനാണ് എടുക്കുന്നത്. ഈ ഡിസിഷൻ മേ ബി നിങ്ങൾ മൂവ് ഓൺ ചെയ്യാനായിരിക്കും ഡിസൈഡ് ചെയ്യുന്നുണ്ടാവുക. ഈ റിലേഷൻഷിപ്പിൽ കുറേ കോമ്പറ്റീഷൻ ഉണ്ട്, കോൺഫ്ലിക്റ്റ് ഉണ്ട്, വഴക്കുണ്ട്, വേറെ ആൾക്കാരുടെ ഇൻ്റർഫിയറൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഈ റിലേഷൻഷിപ്പിനെ ഇവിടെ തന്നെ ക്ലോസ് ചെയ്തിട്ട് ഇപ്പോൾ മൂവ് ഓൺ ചെയ്യാൻ നോക്കണു. നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ ഫ്യൂച്ചറിൽ. അപ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്യണു, കുറച്ച് സമയം എടുക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾ നിങ്ങളുടെ കരിയറിലായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ്, 9 ഓഫ് വോൺസ്, എവിടെയോ നിങ്ങൾക്കൊരു പേടിയും കൂടി ഉണ്ട്. ഇപ്പോൾ ഫ്യൂച്ചറിൽ ആദ്യം എന്തെങ്കിലും ഇങ്ങനത്തെ സിറ്റുവേഷൻ വന്നാലോ ഒരു പേടി, അതല്ല വെച്ചാൽ നിങ്ങൾ കുറേ ഒരു പറഞ്ഞ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ മുമ്പോട്ട് പോകണ്ട, പക്ഷെ ഒരു ഇടയ്ക്കിടയ്ക്ക് പിൻഭാഗത്ത് നോക്കിയിട്ടും ഒരു റിഗ്രറ്റ് ഉണ്ട്, അത് അങ്ങനെ ആയിപ്പോയി എന്നൊരു ഫീലിംഗ്, ഓക്കെ, ഒരു വിഷമമുണ്ട്. പക്ഷെ ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണത്. ഓക്കെ, ആ പുതിയ ബിഗിനിങ് വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു പേടിയുണ്ട്, അത് മുമ്പത്തെ മാതിരി ആദ്യം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമോ എന്ന്. ഇപ്പോൾ ഇതൊരു പുതിയ ബിഗിനിങ് അല്ല വെച്ചാൽ ഈ പാസ്റ്റ് പേഴ്സൺ നിങ്ങളെ മെസ്സേജ് ചെയ്യാൻ പോണ എനർജിയും ആവാം. പക്ഷെ അങ്ങനെ എനിക്കൊരു പറഞ്ഞ കുറേ ആൾക്കാർക്ക് അതുണ്ടാവില്ല. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇതൊരു പുതിയ ബിഗിനിങ് ആണ്, ഞാൻ അങ്ങനെയാണ് കാണുന്നത്. പക്ഷെ മേ ബി ഒരു 1% ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇതൊരു പാസ്റ്റ് പേഴ്സൺ തിരിച്ച് മെസ്സേജ് ചെയ്യണു സഡൻലി ഔട്ട് ഓഫ് ദ ബ്ലൂ. നിങ്ങളെ അൺഎക്സ്പെക്റ്റഡ്ലി ഈ പേഴ്സൻ്റെ അടുത്തുനിന്ന് ഒരു മെസ്സേജ് കിട്ടണു, and അത് കുറച്ചൊരു സർപ്രൈസ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. 9 ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച്. അപ്പം 9 ഓഫ് കപ്സ് ഇവിടെ ഒരു വിഷ് ഫുൾഫിൽമെന്റ് എനർജിയാണ്. നിങ്ങൾക്ക് എന്തോ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ലൈഫിൽ, അത് ഓൾമോസ്റ്റ് ശരിയാവാൻ പോണ്ടായിരുന്നു. പക്ഷെ അപ്പോഴേക്കും ഈ പ്ലാനിൽ എന്തോ ഒരു ബ്ലോക്ക് വന്നു. ഓക്കെ, ആൻഡ് ഇത് നിങ്ങൾ വിചാരിച്ച പോലെ അല്ല സിറ്റുവേഷൻ ഉണ്ടായി. എന്നുവെച്ചാൽ നിങ്ങൾ വിചാരിച്ചു ഈ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പെർഫെക്റ്റ് പേഴ്സൺ ആണെന്ന്. പക്ഷെ ഈ പേഴ്സൻ്റെ മറ്റേ ഒരു സൈഡ് നിങ്ങൾ കണ്ടിട്ടില്ല. പറഞ്ഞ ഒരു ടോക്സിക് സൈഡും ഉണ്ട് ഈ പേഴ്സൻ്റെ. ഇപ്പോൾ ഈ ചിലവർക്ക് ഈ പേഴ്സൺ മേ ബി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ല അവരുടെ ലൈഫിൽ വേറെ ആരും ഉണ്ടെന്ന്, ആൻഡ് നിങ്ങൾക്കത് പിന്നെയാണ് മനസ്സിലാവണത്. ആൻഡ് അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ചൊരു ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നു. അപ്പോൾ അതിനെ ഒരു പറഞ്ഞാൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഇതൊക്കെ ഈ ഇൻഫർമേഷനൊക്കെ കിട്ടുമ്പോൾ കുറച്ചൊരു നിങ്ങളുടെ ലൈഫ് ഇംബാലൻസ് ആവണു. എന്നുവെച്ചാൽ ഇതൊരു ഡിഫിക്കൾട്ട് ഡിസിഷൻ ആണ്, ഡിഫിക്കൾട്ട് ചോയ്സ് ആണ് നിങ്ങളുടെ ലൈഫിൽ. നിങ്ങൾക്ക് ഈ പേഴ്സൺ ഇഷ്ടമാണ്, സഡൻലി നിങ്ങൾക്ക് ഈ പേഴ്സൺ ഇഷ്ടമല്ല എന്ന് പറയാനും പറ്റില്ല, ആൻഡ് ഡിറ്റാച്ച് ചെയ്യാനും കുറച്ച് വിഷമമുണ്ട് നിങ്ങൾക്ക്. പക്ഷെ ഇവിടെ ഞാൻ കാണുന്നത് യൂണിവേഴ്സ് ഇത് ശരിയായ സമയത്താണ് നിങ്ങളുടെ ലൈഫിൽ ഇത് റിവീൽ ചെയ്തണേ. എന്നുവെച്ചാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു പുതിയ ബിഗിനിങ് ആണ് യൂണിവേഴ്സ് കൊണ്ടുവരണത്. അപ്പം നിങ്ങൾക്ക് ഈ ഡിസിഷൻ എടുക്കണ്ടെന്ന് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെച്ചാലും നിങ്ങൾക്ക് ആ ഡിസിഷൻ എടുക്കാൻ കുറച്ച് വിഷമമുണ്ട് വെച്ചാലും യൂണിവേഴ്സ് ഈ ഡിസിഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കണം. ഓക്കെ, ആ സിറ്റുവേഷൻ അങ്ങനെ ആ സിറ്റുവേഷൻ അങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യണത്. അപ്പം നിങ്ങൾക്ക് ആ ഡിസിഷൻ എടുക്കാനേ പറഞ്ഞാൽ വേറൊരു ചോയ്സ് ഇല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ജഡ്ജ്മെന്റ് ഉണ്ട്. ജഡ്ജ്മെന്റ് ഒരു പുതിയ ബിഗിനിങ്ങിന്റെ എനർജിയാണ്, ഒരു പുതിയ സ്റ്റാർട്ട് നിങ്ങളുടെ ലൈഫിൽ. നിങ്ങൾ ഫൈനലി ഡിസൈഡ് ചെയ്യണത് എന്താ വെച്ചാൽ ഈ സിറ്റുവേഷൻ ഇപ്പോൾ വർക്കൗട്ട് ചെയ്യില്ല, നിങ്ങൾ വാക്ക് അവേ ചെയ്യണം, നിങ്ങൾ ഈ പേഴ്സണെ വിട്ട് മുമ്പോട്ട് പോകണം. യൂണിവേഴ്സ് നിങ്ങളോട് ആ ഡിസിഷൻ ശരിയായി ഡിസിഷൻ പറഞ്ഞാൽ ഈ നിങ്ങളുടെ അടുക്ക് ചിലവർ ഞാൻ പറഞ്ഞ മാതിരി ഈ ഡിസിഷൻ എടുക്കാൻ കുറേ വിഷമമുണ്ട്. പക്ഷെ നിങ്ങളോട് യൂണിവേഴ്സ് ക്ലിയറായി കാര്യങ്ങൾ ചിന്തിച്ചിട്ട് വേണം ഡിസൈഡ് ചെയ്യുക. അങ്ങനെ ഒരു അഡ്വൈസ് ആണ് ഇവിടെ കാണുന്നത്. എന്നുവെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് പറഞ്ഞ ഫ്യൂച്ചർ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇമ്പാക്റ്റ് ചെയ്യണത് നിങ്ങൾക്ക് അത്ര ഒരു മേ ബി നിങ്ങൾക്ക് അത്ര മനസ്സിലാവുണ്ടാവില്ല. പക്ഷെ ഈ ഡിസിഷൻ ഈ പേഴ്സൻ്റെ കൂടെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ ഇത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വേണ്ടിയിട്ട് വിഷമാവും ഫ്യൂച്ചറിൽ.
അതാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ മെസ്സേജ് തരണത്. അത് ഇവിടെ ക്ലിയർ ആയി ഡിസിഷൻ എടുക്കുക എന്ന് വെച്ചാൽ ഇത് നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ വാക്ക് അവേ ചെയ്യുക, ഈ റിലേഷൻഷിപ്പിനെ ഇവിടെ തന്നെ എൻഡ് ചെയ്യുക. അതാണ് യൂണിവേഴ്സിന്റെ അഡ്വൈസ്. നിങ്ങൾ അറിയാത്ത കാര്യം എന്താ വെച്ചാൽ ഇവിടെ ഒരു എൻഡിങ് ഉണ്ട്. ആൻഡ് ഇത് ഒരു ഷോക്കിംഗ് എൻഡിങ് ആണ്. പറഞ്ഞാൽ നിങ്ങൾ ഇത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ ഇത് ഒരു ഇൻഫർമേഷൻ ആയിരിക്കാം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. ഓറൽസ് ഞാൻ പറഞ്ഞ മാതിരി ഈ പേഴ്സന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒട്ടും അറിയണ്ടായിരുന്നില്ല ഈ പേഴ്സൺ ഇങ്ങനെയും വേറെ ഒരു പേഴ്സന്റെ കൂടെ ഇൻവോൾവ് ആണെന്ന് തന്നെ നിങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. ഓറൽസ് അറിഞ്ഞു വെച്ചാലും അവർ വേറെ മാതിരിയാണ് ആ സിറ്റുവേഷനെ പറഞ്ഞിട്ടുണ്ടാവുക. പറഞ്ഞാൽ നിങ്ങളോട് വേറെ പറഞ്ഞ അവരും ആ പേഴ്സന്റെ ഇടയ്ക്ക് ഒരു റിലേഷൻഷിപ്പ് ഇല്ല എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ ഇവിടെ കാര്യം വേറെ എന്തോ ആണ്. ഓക്കെ, അപ്പോൾ അത് പുറത്തു വരുമ്പോൾ കുറച്ചൊരു ഷോക്ക് ഉണ്ടാവും. നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ ബിഗിനിങ്ങും ഉണ്ട്. ഒരു പുതിയ പേഴ്സൺ വരാൻ പോകുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ഈ മാസം കുറച്ചൊരു ഇമോഷണലി ഡിഫിക്കൾട്ട് സമയമാണ്. എന്തോ സീക്രട്ട് പുറത്ത് വരാൻ പോകുന്നുണ്ട്. ആൻഡ് ഈ സീക്രട്ട് ഈ തേർഡ് പാർട്ടീനെ കുറിച്ചാണ്. നിങ്ങൾ കുറെ സ്റ്റക്കാണ് ഫീൽ ആവണേ ഈ മാസം. ഡിസിഷൻ എടുക്കാൻ കുറച്ച് ഒരു ഡിഫിക്കൽട്ടി ഉണ്ടാവും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ ഇതൊരു ഡിഫിക്കൾട്ട് ചോയ്സ് ആണ്. പക്ഷെ യൂണിവേഴ്സ് നിങ്ങളോട് നിങ്ങളുടെ കാര്യത്തിൽ എന്താണ് നിങ്ങൾക്ക് ശരിയാണ് വെച്ചാൽ നിങ്ങളുടെ ഫ്യൂച്ചറിൽ ബാധിക്കണേ, ഇത് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കാണ് ബാധിക്കുക. അപ്പോൾ ശരിയായി ഡിസിഷൻ എടുക്കുക. നിങ്ങൾക്ക് എന്താ സൂട്ട് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് എന്താണ് ഫ്യൂച്ചറിൽ ശരിയായി ഒരു ഡിസിഷൻ ഉണ്ടാവുക വെച്ചാൽ ആ ഡിസിഷൻ എടുക്കുക. ഈ പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറെ ലവ് ഉണ്ട്, പക്ഷെ ഈ സിറ്റുവേഷനിൽ അത് വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ക്വീൻ ഓഫ് ഓൺസ് ഉണ്ട്. ഈ പേഴ്സൺ എന്തോ ഒളിപ്പിച്ചിട്ടുണ്ട് ഈ കാര്യത്തിൽ, ഈ റിലേഷൻഷിപ്പിൽ. നിങ്ങളോട് യൂണിവേഴ്സ് കോൺഫിഡൻ്റ് ആയിട്ട് മുമ്പോട്ട് പോകാനാണ് പറയണത്. എന്നുവെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ ബിഗിനിങ് ഉണ്ട് ഫ്യൂച്ചറിൽ. ആൻഡ് ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കുക, ട്രസ്റ്റ് ചെയ്യുക. എന്നുവെച്ചാൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യണത് എപ്പോഴും നിങ്ങളുടെ നന്ദിക്ക് വേണ്ടിയിട്ടാണ്. ആൻഡ് നിങ്ങൾക്ക് ഇത് അറിയില്ല, പക്ഷെ നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഒരു പുതിയ ബിഗിനിങ് ഉണ്ട്. അത് കുറെ പോസിറ്റീവ് ആണ്, കുറെ സ്റ്റേബിൾ ആണ്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ല ഇത്, അതൊരു ബ്രാൻഡ് ന്യൂ ബിഗിനിങ് ആണ്. ഓക്കെ, അപ്പോൾ ആ ഡിറക്ഷനിലേക്കാണ് യൂണിവേഴ്സ് നിങ്ങളെ പുഷ് ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പാസ്റ്റിനെ നിങ്ങൾക്ക് ലെറ്റ് ഗോ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ സൈൻസ് കുറെ ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ഉണ്ട്, ക്യാൻസർ ഉണ്ട്, ജെമിനൈ ഉണ്ട്, വെർഗോ ഉണ്ട്, കാപ്രിക്കോൺ ഉണ്ട്. ഓക്കെ, ആൻഡ് സ്കോർപിയോ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ മെസ്സേജ് എന്താ വെച്ചാൽ ഫോക്കസ്. What really matters, energy flows where your attention goes. Organize and prioritize what is important to you and it will energize these parts of your life. അപ്പോൾ ഫോക്കസ് ചെയ്യാന്നാണ് പറയണത്. നിങ്ങളുടെ കാര്യത്തിൽ ഫോക്കസ് ചെയ്യാം. നിങ്ങൾക്ക് എന്താണ് നല്ലത് വെച്ചാൽ അത് ചെയ്യാം. വേറെ ആൾക്കാരെ കുറിച്ച് കൂടുതൽ ആലോചിച്ചിട്ട് അവരുടെ കാര്യം മുമ്പേ പ്രയോറിറ്റൈസ് ചെയ്ത കാര്യമില്ല. നിങ്ങൾക്ക് എന്താ ശരിയാണ് വെച്ചാൽ അതാണ് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യേണ്ടത്. ഇവിടെ വേറെ കമ്പാഷൻ എഴുതിയിട്ടുണ്ട്. Behold the divine in others, see beyond the behaviors of others, resist trying to analyze a person's character, see them through the eyes of love and witness them with acceptance. അപ്പോൾ അതാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇതൊക്കെ ഉണ്ടായിട്ടും നിങ്ങളോട് കമ്പാഷൻ വെക്കാനാണ് പറയണത്. ആൻഡ് ആ കമ്പാഷൻ്റെ കൂടെ മുമ്പോട്ട് പോവാൻ നിങ്ങളുടെ ലൈഫിൽ കുറേ ബ്യൂട്ടിഫുൾ പുതിയ ബിഗിനിങ്സ് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിനെ എംബ്രേസ് ചെയ്യുക. അപ്പോൾ ലിയോ, ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് റീഡിങ് വേണം വെച്ചാൽ ബുക്ക് ചെയ്യുക. കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.